ഹായ് ഓൾ, ഇന്ന് കസ്റ്റർഡ് ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രിയപ്പെട്ട ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് ചൂട് പാലാണ് ഇതിനാദ്യം നമുക്ക് വേണ്ടുന്നത്. നമ്മൾ ആദ്യം ഈ ബണ്ണിൻ്റെ മാവ് കുഴയ്ക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് 1/2 കപ്പ് ചൂട് പാൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഈസ്റ്റ് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിനുള്ളിൽ ഈ ആക്റ്റീവ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പതഞ്ഞ് പൊങ്ങി വരും. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഒരു വലിയ മുട്ടയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ വേണം. നമുക്ക് ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 കപ്പ് മൈദാമാവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കപ്പ് ഇവിടെ അരിച്ചിപ്പോൾ ഇടുകയാണ്. നന്നായിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടും. അപ്പോൾ കട്ടകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുത്തു. ഇപ്പോൾ മാവ് ഒരു സെമി ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് മൈദാമാവും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് അരിച്ചാണ് ഇടുന്നത്. ഓരോ ഘട്ടങ്ങളായിട്ടാണ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈകൾ കൊണ്ട് നമ്മൾ ഒരു 6-7 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതും നന്നായിട്ടത് വീർത്ത് വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ നേരം കൈകൊണ്ട് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. മാവ് ഇപ്പോൾ നല്ലതുപോലെ സ്മൂത്തായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനെ കുറച്ച് നേരം മൂടി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. മാവിൻ്റെ പുറം വശം ഉണങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. നമ്മളൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് നമ്മളിങ്ങനെ മൂടി വെച്ച് ഇത് വീർക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. നമുക്കിനി കസ്റ്റർഡ് കാച്ചാം. അതിനായിട്ട് നമ്മൾ 2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കസ്റ്റർഡ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് ആദ്യം ഇളക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുക്കി പോകും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് ഒരിക്കലും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാനേ പാടില്ല. കുറുകി വരുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. തണുക്കാനായിട്ട് നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുകയാണ്. നമ്മുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് വീർത്തു വന്നിട്ടുണ്ട്. ഡബിൾ സൈസിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി ഒന്നും കൂടെ നന്നായിട്ട് മാവ് വീർക്കുമ്പോൾ നമ്മൾ എടുത്ത മാവിൻ്റെ ഡബിൾ സൈസിലേക്ക് ഇത് മാറും. ഇനി ഈ മാവിനെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം കുറച്ച് ഓയിൽ നമ്മുടെ സർഫസിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം ഒന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ മാവിനെ ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരല്പം കട്ടിക്ക്, എന്നാൽ തീരെ കനം കുറച്ചല്ല, ഒരല്പം കട്ടിക്കായിട്ടാണ് നമ്മൾ പരത്തുന്നത്. ഒരല്പം കട്ടിയുണ്ട്. നമുക്ക് തീരെ കനം കുറച്ച് നമ്മൾ പരത്തില്ല. ഇനി ഇത് നമ്മളൊരു കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ടോ നമുക്കിത് വട്ടത്തിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇപ്പം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിനെ ഒരു ട്രേയിലേക്ക് നിരത്തുകയാണ്. നമുക്ക് ബാക്കിയുള്ള മാവ് ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് നമുക്കൊന്നും കൂടെ അതിനെ പരത്തി നമുക്ക് മാക്സിമം
നമുക്ക് ഇതിൽ നിന്ന് ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതിനൊരു 30 മിനിറ്റ് നേരം നമ്മൾ കവർ ചെയ്ത് വെക്കണം. 30 മിനിറ്റ് കൊണ്ട് ഇതൊന്നും കൂടെ വലുതായി വരും, ഒന്ന് റൈസ് ചെയ്ത് വരും, മാവൊക്കെ നന്നായിട്ട് വീർത്ത് വരും. അതിന് ശേഷം വേണം നമ്മൾക്ക് ബാക്കി ഇതിൽ ചെയ്യാനായിട്ട്. 30 മിനിറ്റിന് ശേഷം നോക്കൂ, മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നേരത്തെക്കാട്ടിലും നല്ല വീർത്ത് വന്നു. ഇനി നമ്മൾ ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിലേക്കിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കതിനെ ഇനി ഷുഗറിലിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇനി കസ്റ്റർഡ് ഫില്ല് ചെയ്യണം. അപ്പോൾ കസ്റ്റർഡൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഡോണറ്റ്സിനകത്ത് ഓരോ ഹോൾസ് ഇടണം. നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഡോണറ്റിൻ്റെ അകത്തല്ല, ഹോൾ ഇടാനായിട്ടാണ് പോകുന്നത്. ഒന്ന് കുത്തി അകമൊക്കെ ഒന്ന് ഹോളാക്കി ഇട്ട് കഴിഞ്ഞ ശേഷം പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമുക്കിതിൽ കസ്റ്റർഡ് നിറയ്ക്കാം. നമുക്കിനി ഇതിലേക്കെല്ലാം കസ്റ്റർഡ് നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡോണറ്റ് കസ്റ്റർഡ് ബണ്ണുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. തുറന്ന് കാണിക്കാമേ ഒരെണ്ണം. നമുക്കിതിനകത്ത് നല്ല ക്രീമി ആയിട്ടുള്ള കസ്റ്റർഡും പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണുമാണുള്ളത്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. താങ്ക്